കോഴിക്കോട് പുഴിക്കാവുകുന്നിലെ റോഡ് നവീകരണം തടസ്സപ്പെട്ടതിൽ പരാതിയുമായി 7ാം ക്ലാസ്സുകാരൻ. റോഡിലെ പൊടിശല്യം മൂലം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നുവെന്ന് കാണിച്ചാണ് 7ാം ക്ലാസ്സുകാരൻ നിർമ്മൽ കളക്ടർക്ക് പരാതി നൽകിയത്. മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ പ്രദേശത്തെ റോഡ് നവീകരണം നിർത്തിവെച്ച് പ്രതികാര നടപടികൾ സ്വീകരിക്കുകയാണെന്നും പരാതി. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പോരാത്തതിന് കുന്നിടിച്ചതിന്റെ ഭാഗമായി റോഡിൽ നിറയെ മണ്ണും. കാണുന്നവർക്ക് നിസ്സാര പ്രശ്നമെന്ന് തോന്നുമെങ്കിലും പൊഴിക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ച് അതങ്ങനെയല്ല. പൊടിശല്യം കാരണം ശ്വാസകോശ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവരെ വേട്ടയാടുകയാണ്. ഇതേറെ ബാധിക്കുന്നതാകട്ടെ കുട്ടികളെ. അതുകൊണ്ടാണ് ശ്രീനാരായണ വിലാസം AUP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരൻ നിർമ്മൽ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. ഇവിടെയുള്ള എല്ലാവർക്കും ശ്വാസം മുട്ടും മൂക്കടപ്പും എല്ലാമാണ്. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ഫുള്ള് പൊടി പാറുന്നുണ്ട്. പിന്നെ ഇവിടെ രാത്രിയും പകലും ഫുള്ള് ഇവിടെ മണ്ണെടുക്കുന്നതുകൊണ്ട് അകത്തേക്ക് കിടക്കുമ്പോഴും നല്ലോണം താകുന്നുണ്ട്. അവിടുത്തെ മണ്ണെടുക്കുന്ന സൗണ്ട് ഇതൊക്കെ ആയിട്ട് പഠിക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. അത് ഇവിടെ മണ്ണെടുക്കുന്നത് തടയണമെന്നും റോഡ് പണി പെട്ടെന്ന് തുടങ്ങണം എന്നൊക്കെ. എന്നാൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ CPM നേതാക്കൾ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ ഈ സമരം ചെയ്തതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഒരു കാരണവശാലും മണ്ണ് കൊണ്ടുപോയിട്ടല്ലാതെ ഇവിടെ റോഡ് പണി നടക്കരുത് എന്നുള്ള ഒരു അഭിപ്രായം, ഒരു ധാരണ ഉദ്യോഗസ്ഥലത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ PMGSYൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, കലക്ടർ സമ്മതിച്ചാൽ പ്രശ്നമില്ല. കലക്ടർ പറഞ്ഞിട്ടുള്ളത് ആ റോഡ് പണി തുടങ്ങണമെങ്കിൽ മണ്ണ് കൊണ്ടുപോകണം. മണ്ണ് കൊണ്ടുപോയ ശേഷം ഇനി അടുത്തൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിച്ച് പോകാൻ സാധിക്കില്ല എന്ന് ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ഈ സമരത്തിലേ വന്നത്. അവിടെ ഈ മണ്ണെടുപ്പ് നിർത്തണം. കുന്നിടിച്ച് മണ്ണെടുപ്പ് നടത്തുന്നതിനെതിരെയാണ് ഈ ജനതയുടെ പ്രതിഷേധം. ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടപ്പോഴാണ് അവർ സമരത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ ഇവരുടെ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ് പ്രദേശത്തെ CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാൻ തന്നെയാണ് പ്രദേശവാസികളുടെ നീക്കം. ജനം, കോഴിക്കോട്.